ഫെമിനിസം ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് അല്ലെ ഫെമിനിസം ആസ് എ തിയറി, അതാണ് മോഡേൺ ടൈമിലെ വേറൊരു മേജർ ലിറ്റററി ഇവൻ്റ് എന്ന് പറയാം. അപ്പം അതിൽ സ്ട്രഗിൾ ഫോർ വിമൻസ് കൾച്ചറൽ റോൾസ്, അച്ചീവ്മെൻറ്റ്സ്, സോഷ്യൽ പൊളിറ്റിക്കൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ലീഗൽ കൾച്ചറൽ ഫ്രീഡം, ഇക്വാലിറ്റി, ഇങ്ങനെ ഫ്രം ദ ബിഗിനിങ് ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി, ഹ്യൂമൻ റേസ് ഇറ്റ്സെൽഫ്, വിമൻ ആസ് എ ഫോക്ക് ഡിനൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്ട്രഗിളാണ്. നോട്ട് ജസ്റ്റ് ഇൻ ലിറ്ററേച്ചർ ഓർ ലിറ്റററി ഫോംസ്, ഇറ്റ് ഈസ് ആസ് എ ഹോൾ, ആസ് എ വേൾഡ് ക്ലാസ് മൂവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു ബിഗിനിങ്. ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ് അതിൻ്റെ റിസൾട്ട് ഓഫ് ഇറ്റ് ഓർ ദ വേ ഇറ്റ് ബിക്കെയിം എ സക്സസ് എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യനേക്കാളും ഇത് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ വിമൻ ആസ് എ ഹോൾ ദെയർ വെൽബീയിങ്, അതാണ് അതിൻ്റെ മെയിൻ അജണ്ടയായിട്ട് പറയുന്നത്. വിച്ച് എവർ ഫെമിനിസം, വിച്ച് എവർ പാർട്ട് ഇറ്റ് അറൈസസ് ഫ്രം, അത് ഏത് രാജ്യത്തു നിന്ന് ഏത് രീതിയിലുള്ള ഏത് ടൈപ്പ് വിമൻ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പ്രൊപ്പണൻസ് ആയാലും എക്സ്പൊണൻസ് ആയാലും ഇതിൻ്റെ ദ മെയിൻ അജണ്ട ഈസ് അബൌട്ട് ദ വെൽബീയിങ് ഓഫ് വിമൻ ആസ് എ ഹോൾ. അതിൽ വെർജിനിയ വോൾഫിൻ്റെ റൂം ഓഫ് വൺസ് ഓൺ എന്ന് പറയുന്നൊരു ടെക്സ്റ്റാണ് അതിൻ്റെ ഏറ്റവും മേജർ ഒരു ഡിഫൈൻ ചെയ്യുന്ന രീതിയിൽ വരുന്നത്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ പ്ലെയിനിലും കൂടെ അത് പറയുന്ന രീതിയിൽ വരുന്നത് വെർജിനിയ വോൾഫിൻ്റെ ഈ ടെക്സ്റ്റാണ്. സോ പാട്രിയാർക്കൽ സൊസൈറ്റി എന്ന് പറയുന്ന മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റി, ദാറ്റ് ഈസ് ദ ടേം ദറ്റ് റെഫേഴ്സ് ടു എ മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റി that hindered and prevented women from realizing their productive and creative possibilities. So, the patriarchal society wanted this domination or the exploitation to be stable for hindering the women folk as a whole from realizing their own powers or possibilities, potential. അങ്ങനെ വിമൻ യു ആർ ഗുഡ് ഫോർ നത്തിങ് എന്നുള്ള രീതിയിൽ അവരെ കൺവിൻസ് ചെയ്യുന്ന ഒരു വിമൻ ഫോക്ക് ആസ് എ ഹോൾ കൺവിൻസ്ഡ് ആവുന്നിടത്താണ് അഗെയിൻ പാട്രിയാർക്കി അതിൻ്റെ നോംസും സക്സീഡ് ചെയ്തത്. സോ അങ്ങനെ പല വേവ്സ് ഓഫ് ഫെമിനിസം വന്നു. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആസ് എ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ജസ്റ്റ് ഫോർ ക്ലെയിമിങ് ദിസ് മോറൽ റൈറ്റ്സ് ഓഫ് ബീയിങ് ആസ് ബീയിങ് ഹ്യൂമൻ ബീയിങ്സ്, ഹ്യൂമൻ റൈറ്റ്സ് തന്നെയാണ് ഡിനൈഡ് ആവുന്നത്. വിമൻ ഫോക്ക് ആസ് എ ഹോൾ അൺഎക്സ്പ്ലോയിറ്റഡ് ആവുന്നുണ്ടെങ്കിൽ അവരുടെ ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് തന്നെയാണ് denied ആവുന്നത്. So once they realize that this patriarchal society is not something established as natural, it is just as a means of exploiting us, they began this movement or they began to think in terms of human rights. അപ്പം അത് സക്സസ്ഫുൾ ആവുന്നതിൻ്റെ ലിമിറ്റേഷൻസ് വരുമ്പോഴാണ് ഫെമിനിസം മൂവ്സ് ടു ദ ഡിഫറെൻറ്റ് പ്ലെയിൻസ് ലൈക്ക് സെക്കൻഡ് വേവ് ഫെമിനിസം വിച്ച് ഇസ് സംവട്ട് റാഡിക്കൽ. കുറേ റാഡിക്കലായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിട്ടാണ് സെക്കൻഡ് വേവ് ഫെമിനിസം വരുന്നത്. കാരണം എത്രയും സ്ട്രഗിൾ ചെയ്തിട്ടും ഈ സൊസൈറ്റി ദറ്റ് ഹാസൻ ചേഞ്ച്ഡ് മച്ച് എന്നുള്ളതിൽ നിന്ന് ഒരു കുറച്ചും കൂടി റാഡിക്കലായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആണ് ആ മൂവ്മെൻറ്റിൽ പെട്ടവരുടെ ഉണ്ടായിരുന്നത്. അപ്പം അതിലാണ് നെക്സ്റ്റ് പിന്നീടാണ് സെക്കൻഡ് സെക്സ് എന്ന് പറഞ്ഞിട്ട് സിമൺ ദി ബിവേറിൻ്റെ ടെക്സ്റ്റ്, അതായത് വിമൻ ആസ് നെഗറ്റീവ് ഒബ്ജക്റ്റ് ഓർ അതർ ടു മാൻ. സോ ദിസ് ഇസ് ദ സെക്കൻഡറി, they are relegated to the secondary position as objects. And she talks about, Simone de Beauvoir talks about collective myths of women. So women as a whole, they have their own potential as human beings, the creative people, but they are denied of everything. കാരണം അവർക്ക് എഡ്യൂക്കേഷൻ പോലും ഡിനൈഡ് ആവുന്നിടത്ത് they do not have the possibility or പ്ലാറ്റ്ഫോം ടു ഷോ ദെയർ പൊട്ടൻഷ്യൽസ്. അതോടെയാണ് കളക്റ്റീവ് മിത്സ് ഓഫ് വിമൻ. സോ ഓൾറെഡി മിത്തിക്കലി പോർട്രേഡ് ആണ്. മെൻ ടെൽ ദാറ്റ് വി നോ ഹൗ ടു പോർട്രേ യു, വി നോ അബൌട്ട് യുവർ ലിമിറ്റേഷൻസ്, സോ വി വിൽ പോർട്രേ യു ഇൻ അവർ ലിറ്ററേച്ചർ ഇൻ അവർ ഓൺ വേസ്, വിത്ത് അവർ ഓൺ പെർസെപ്റ്റീവ് സ്കിൽസ്. നമ്മുടെ പെർസെപ്ഷനിൽ വരുന്ന വിമൻ മാത്രമാണ്, അതിൻ്റെ അപ്പുറം അപ്പാർട്ട് ഫ്രം ദാറ്റ് യു ഡു നോട്ട് പൊസസ് എനിത്തിങ്. ദിസ് ഇസ് കൈൻഡ് ഓഫ് വ്യൂ വിച്ച് ഹാസ് ബീൻ ഇൻ എ വേ disseminated through their literature. So that was the major agenda was like subordinating women in all cultural domains, familial, social, everywhere they wanted to subordinate women folk. So women are taught to be socialized, internalize the reigning patriarchal ideology. ഡൊമിനൻ്റ് ഐഡിയോളജി പാട്രിയാർക്കൽ ഐഡിയോളജിയാണ്.
അതിനെ ഇൻറ്റേർണലൈസ് ചെയ്യാൻ വിമനെ ഓൾറെഡി കൾച്ചറലി അവർ ബൈ ബർത്ത് അല്ലെങ്കിൽ ഫ്രം ദ ടൈം മെമ്മോറിയൽ ദേ ആർ ഹാവിങ് ദ ട്രെയിനിങ്. Each family gives it. So in that way women become subordinated, or never did they learn to derogate their own sex and they cooperate in their own subordination. That's why we talk about women are the real enemies of women, because they have been in a way they attuned to the subordination. അതുകൊണ്ട് തന്നെ ഇത് ബേസിക് റൈറ്റ് ഡിനയൽ ആണെന്ന് റിയലൈസ് ചെയ്യാൻ പോലും പല വിമനും they were not capable of. തിങ്കിങ്ങിനൊരു പോസിബിലിറ്റി കിട്ടണമെങ്കിൽ ദേ ഹാഡ് ടു ബി എഡ്യൂക്കേറ്റഡ്. എഡ്യൂക്കേഷനിലൂടെയാണ് നമുക്ക് പലപ്പോഴും ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റി മറ്റുള്ള നമ്മൾ വൺസ് വി ആർ എക്സ്പ്ലോയിറ്റഡ്, വൺസ് വി ആർ ഡിനൈഡ് ഓഫ് അവർ റൈറ്റ്സ്, വി ഗെറ്റ് എ നോഷൻ. അറ്റ്ലീസ്റ്റ് ദ വോയിസ് റേസിങ് ദാറ്റ് ഹാപ്പൻസ് വിത്ത് എഡ്യൂക്കേഷൻ, or by understanding the situation, realizing or decoding the reality of the situation. അതൊക്കെ denied ആണ് because they were denied of the education from the very beginning itself. അതുപോലെ തന്നെ കോൺസെപ്റ്റ്സ് അബൌട്ട് ജെൻഡർ, വെബറിൻ്റെ ടെക്സ്റ്റിലെ ഏറ്റവും ബേസിക് ഏറ്റവും ഒരു seminal sentence ആണ്, one is not born but rather becomes a woman. It is civilization as a whole that produces this creature which is described as feminine. ഒരിക്കലും അത് naturally, as we determine the biological sex of a person once it is born, of a boy, or it's a boy, it's a male or female. These are the terms that refer to biological sex, but it is not at all about a gender. Gender is not at all natural. It is social construct. Once you are identified, the person is, once the boy or girl, once a child is identified as girl or boy, again the gender constructs follow. So a girl is supposed to behave in such and such way, she is supposed to live in such and such ways, and a boy is supposed to have such and such ways. Already determined that these are just social constructs, but the society takes it for granted. Women take it for granted even more because they are attuned to that subordination, or in a way that constructs. So such a society, like patriarchal society, wants male to be active, dominant, adventurous, rational, creative, and women to be with a systematic opposition to these as passive, opposed to dominant. They want women to be acquiescent. Opposed to the male to be adventurous, they want women to be so timid. They want rational men, but women to be emotional. They want creative side of men to be dominant, but women to be highly conventional. So this is the way they want, and the gender constructs are in a way created or in a way sustained according to this means. And with the feminism comes another feminist movement. അതിൽ ലിറ്ററേച്ചറിലെ ഏറ്റവും വലിയൊരു ഫീച്ചറായിട്ട് വരുന്നതാണ് ഗൈനോക്രിറ്റിസിസം. ഇറ്റ്സ് എ സ്പെസിഫിക്കലി ഫീമെയിൽ ഫ്രെയിംവർക്ക് ഫോർ വിമൻ റൈറ്റിംഗ്സ്, feminine subject matters. So till date women were denied of writing their right to write. They were not given chance to read or write or express their ideas in a free way, but no longer that is possible for them to in a way them to accept. So they want their own experiences to be portrayed with their own words. So special experiences of giving birth, gestation, nurturing, mother-daughter, woman-woman relationship, all these come under special experience, exclusive experiences of women folk. So they want those to be portrayed or in a way expressed in their own terms. Till date, men were taking this part. As writers, they were writing about women with full authenticity. They claimed that was with full authenticity they were writing about women, but women tell that this is our own matters and we can tell it. അല്ലെങ്കിലും about oneself പറയാൻ ഏറ്റവും ഒതൻറ്റിക് ആയിട്ട് അതത് ആൾക്കാർക്കാണ് പറയാൻ പറ്റുക. ആ റൈറ്റ്സും ഡിനൈഡ് ആയിരുന്നു ബിക്കോസ് വിമൻ വെയർ നോട്ട് ടു ദ ഏരിയ ഓഫ് റൈറ്റിംഗ്. അവർ ഒരിക്കലും അതിന് ഫ്രീ എക്സ്പ്രഷൻ അവർ പ്രൊമോട്ടഡ് ആയിരുന്നില്ല. Then comes the modern female critics or feminist critics like Judith Butler. അവരൊക്കെ പറയുന്നത് വെച്ചാൽ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് ഡസ് നോട്ട് റിക്വയർ എ ഫെമിനൈൻ ഐഡൻറ്റിറ്റി. എ വുമൺ, ഇറ്റ് ഈസ് നോട്ട് നെസസറി ഫോർ യു ടു ബി എ വുമൺ
for you to be in the area of feminist movement or being the well-wisher of women. That is enough for you to be a feminist. Or in a way, ഫിമെയിൽ മൂവ്മെൻറ്റിലേക്ക് വരാൻ അതിലൊരിക്കലും ഒരു ഫീമെയിൽ ഐഡൻറ്റിറ്റി ആവശ്യമില്ല എന്നുള്ളതാണ്. ആൻഡ് ജുഡിത്ത് ബട്ട്ലർ കെയിം വിത്ത് എ വെരി റവല്യൂഷണറി ഐഡിയ അബൌട്ട് ജെൻഡർ ആസ് എ സോഷ്യൽ കൺസ്ട്രക്ട്. ആൻഡ് അഗെയിൻ ഇറ്റ് ഹാസ് ഇല്യൂസറി എഫക്ട്സ് ഓഫ് ബീങ് നാച്ചുറൽ. അത് വെറും നാച്ചുറൽ ആയിട്ട് തോന്നുന്നത് വളരെ ഇല്യൂസറി ആണ്. ഒരിക്കലും ജെൻഡർ കൺസ്ട്രക്ട്സിനെ നമ്മൾ ആ രീതിയിൽ അംഗീകരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് ജൂഡിത്ത് ബട്ട്ലറിൻ്റെ റൈറ്റിങ്സൊക്കെയും പറയുന്നത്. ജെൻഡർ ട്രബിൾ ഇസ് വൺ ഓഫ് ദി best major books in this area by Judith Butler. Feminism as a movement that arouses as a part of female well-being. അതായിരുന്നു അജണ്ടയായിട്ട് വന്നത്.